അസ്സലാമു അലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റിയായ ഒരു കായ്പോളയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ 4 പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പഴം ചെറുതായി കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് നെയ്യിടാം. അതിലേക്ക് ഈ പഴം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് ഒരു ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഞാനിവിടെ എടുക്കേണ്ട ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് അതനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതി. അതിലേക്ക് 2 ഏലക്കയും 3 മുട്ടയും അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണം. പിന്നെ കുറച്ച് പാലും അതിലേക്ക് ഒഴിക്കണം. കുറച്ച് പാൽ മതി, 2 ടേബിൾ സ്പൂണോളം പാൽ മതി. അത് ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ പഴം വാട്ടാൻ വെച്ചത് അത് നല്ലോണം വഴറ്റിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് എല്ലാം നല്ലോണം യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ആകുമ്പോൾ അത് കോരിയെടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ ഈ മുട്ടയുടെയും പഴവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ കൂട്ട് ഒഴിച്ചെടുക്കുക. അത് നല്ലോണം ഒഴിച്ച് ഇതുകൊണ്ട് കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കശുവണ്ടി മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പം അത് തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിയുമ്പം എടുത്തതിന് നല്ല ടേസ്റ്റിയായ കായ്പോള റെഡിയായി.